നമ്മളിതാ വണ്ടി എടുത്ത് ഇറങ്ങുകയാണേ. കല്ലുമ്മക്കൈ വരയ്ക്കാനുള്ള പോക്കാണ്. അതാ പുറപ്പെട്ടിട്ടുണ്ട്. 2-3 ടീമും കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. മൊത്തം മലയും കാടും കുന്നൊക്കെ കയറിയിട്ട് നമ്മളിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് തിക്കോടി ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ തിക്കോടി ബീച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. തിക്കോടി നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ല ഡ്രൈവിംഗ് ബീച്ചാണ്. അപ്പോൾ നമ്മൾ തിക്കോടി ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പയ്യോളി ടൗണിലെത്തി. പയ്യോളി ടൗണിൽ ഇതാ പോകുന്ന വഴിക്കൊക്കെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാഷണൽ ഹൈവേൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നും പറയാനില്ല, റോഡൊക്കെ വളരെ മോശമാണ്. ഓടി ഓടി നമ്മളിതാ നമ്മുടെ തിക്കോടിയുള്ള ഡ്രൈവിംഗ് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി ആംബിയൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ മൊത്തം തെങ്ങിൻ തോപ്പൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 1 മണിയോടെ അടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഷോപ്പെല്ലാം ഇങ്ങനെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ലൊരു തണലും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട്. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നേരിതാ ഇങ്ങനെ ബീച്ചിലോട്ടങ്ങ് കറങ്ങി അടിച്ചങ്ങ് ചെല്ലാം. ഇവിടെയൊക്കെ ഇതാ വട്ടമൊക്കെ വരഞ്ഞ് കളിച്ചിട്ടുണ്ട് വണ്ടി കൊണ്ട്. മൊത്തത്തിൽ പാർട്ടി മൂഡ് തന്നെയാണ് ഇവിടെ. ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും അവിടെയൊക്കെ ഒരു ഐസ്ക്രീമിൻ്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകളതാ കടലിൻ്റെ സൈഡിൽ നിന്നായിട്ട് കളിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ വൈകുന്നേരം ഇവിടെ അടിപൊളി വൈബ് തന്നെയായിരിക്കും. ഒരു മിനി ഗോവ എന്ന് വേണം നമുക്ക് ഇവിടെ പറയാൻ. കാരണം അത്ര മനോഹരമായ സ്ഥലമാണ്. നമ്മളിത് വണ്ടി എടുത്ത് 100-110 ഇങ്ങനെ പായിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. ഒരുപാട് വണ്ടികളൊക്കെ ഇതുവഴി ചീറിപ്പാഞ്ഞ് കളിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ വടകരക്കടുത്ത് തിക്കോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വടകര, പയ്യോളി, പിന്നെ തിക്കോടിയാണ് ഈ സ്ഥലം വരുന്നത്. തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് ഒരു സൂപ്പർ വ്യൂ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇതാ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരം നമുക്കിങ്ങനെ ബൈക്ക് എടുത്തിട്ട് ഇതാ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് പോവാം. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇഷ്ടം പോലെ വെച്ചാൽ ഒരുപാട് ഏരിയയിൽ നല്ല ലെവല് സ്ഥലമാണ്. വണ്ടി പഠിക്കാൻ ഉള്ള ആളുകളൊക്കെ ഇവിടുന്ന് വണ്ടി പഠിക്കുന്നതാണെങ്കിൽ വലിയ പ്രശ്നമില്ല. കാരണം പൂഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീണാലും വലിയ കുഴപ്പവും കാര്യമൊന്നുമില്ല. ഇതാണ് കേട്ടോ നമ്മുടെ. പക്ഷെങ്കിൽ പോയി നമ്മളിപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ എൻഡിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം വേസ്റ്റ് കേട്ടോ. അപ്പോൾ കാര്യം നമ്മളിതാ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ വേസ്റ്റ് അടിഞ്ഞു കൂടിയാണ് കേട്ടോ. മൊത്തം വേസ്റ്റൊക്കെയാണ് കേട്ടോ. ഇതാ ഇത്രത്തോളം വേസ്റ്റും കാര്യങ്ങളും തുണിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വണ്ടി ഇറക്കി ഓടിക്കാൻ പറ്റിയ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തന്നെ അടിപൊളി ബീച്ചാണ്. ഇവിടെ മാത്രമേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ നോക്കത്താ ദൂരത്തോളം ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക്. ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ വിശാഖിത മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ കല്ലുമ്മക്കായി പറിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു അടിപൊളി ബീച്ചിനാണ്, തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് സ്ഥലം. ഡെയിലി കയറി വരുന്നുണ്ട്. നമ്മൾ വന്ന സമയം ലേശം ലേറ്റ് ആയിപ്പോയി. നമുക്ക് കല്ലുമ്മക്കായി കിട്ടുമോയെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ പോയി നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇതാണ് സ്ഥലം. നമ്മുടെ പിറകിലായിട്ട് നമ്മുടെ അശ്വിനും വരുന്നുണ്ട്. അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരുണ് കത്തിയൊക്കെ എടുത്തിട്ടാണ് വന്നത് കല്ലുമ്മക്കായി പറിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ഗായ്സ്, സംഭവം കുറച്ച് സീനാണ്. കാരണം വേലി ചെറുതായിട്ട് കയറിയ കൊണ്ട് തന്നെ പാറയൊക്കെ ഉള്ളിലോട്ടാണ് കേട്ടുള്ളത്. ഇവിടെയൊക്കെ പാറ നമുക്ക് കാണാം. ചെന്ന് നോക്കാം നമുക്ക്. പാറയ്ക്ക് ഇങ്ങനെ മൂടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലുള്ള ഒരുപാട് പാറകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കല്ലുമ്മക്കായി ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെ മുരുവാണ് കേട്ടോ. മുരു ഇത് തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരുണിത അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല അടിപൊളി കൈതക്കാടുകളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിങ്ങനെ വിശ്രമിക്കാനൊക്കെ ഒരു അടിപൊളി വൈബ് തന്നെയായിരിക്കും കേട്ടോ. ഇതാ ഇവിടെയൊക്കെ നല്ല ഇരിക്കാൻ പറ്റിയ നല്ല സെറ്റപ്പ് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ നമുക്ക് വൈകുന്നേരമൊക്കെ എൻജോയ് ചെയ്യാം. ഇതുപോലുള്ള നല്ല വൈബ് സ്പോട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സൈഡിലൂടെ ഇങ്ങനെ പോയി നമുക്ക് കടലിൻ്റെ ഒരു നല്ലൊരു വിഷ്വലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി അല്ലേ, എന്ത് മനോഹരമാണ്. നല്ല വെയിലുണ്ട്, അതേപോലെ തന്നെ നല്ല അടിപൊളി കാറ്റാണ്. നമ്മള് കല്ലുമ്മക്കായ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് വന്നതാണ്, പക്ഷെങ്കിൽ ഇവിടെ ഒരു കല്ലുമ്മക്കായ ഒരു സാധനമില്ല. ഇപ്പൊ കടലിൽ ചെറുതായിട്ട് വെയിൽ കയറ്റാണ് കേട്ടോ, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പൊ നമ്മുടെ സ്പോട്ടൊന്ന് നോക്കിയേ, ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ കടൽ കയറും. ഇപ്പോൾ ഇത്രത്തോളം ഇറങ്ങിയിട്ടാണുള്ളത് കടല്, എന്നാലും കുറച്ച് കാര്യം തന്നെ വേണം പറയാം. അപ്പൊ വേലി കയറി വരികയാണ് കേട്ടോ. ഇതൊക്കെ മൊത്തം നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. ഇതാ അടിപൊളി നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഇവിടെയൊക്കെ നമുക്ക് വിശ്രമിക്കാനൊക്കെ നല്ല സെറ്റപ്പ് സ്ഥലമുണ്ട്. ഉണ്ടോ, ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ഇങ്ങനെ കടൽക്കാഴ്ച കണ്ടിരിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. തിരമാലകൾ കൊണ്ട് ഓരോരോ വരമ്പുകളായിട്ട് ഇവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രകൃതി എത്ര മനോഹരമായിട്ട് കിടക്കുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ തന്നെ അറിയാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ ഓരോ ദ്രോഹങ്ങളാണ് ഇതാ ഇവിടെയൊക്കെ കാണുന്നത്. മൊത്തം കച്ചറകളാണ് കേട്ടോ, ഫുള്ള് വേസ്റ്റ്. ഇവിടെയൊക്കെ ഇതാ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ബൈക്കിലായിട്ട് നമ്മുടെ അശ്വനും അതുപോലെ തന്നെ അരുണും നടന്നു വരുന്നുണ്ട് കേട്ടോ. നിരാശയാണ് അവർക്ക്, കാരണം കല്ലുമ്മക്കായൊന്നുമില്ല. വന്ന് ഏകദേശം ഒരു നട്ടുച്ച 1 മണിക്ക് നല്ല വെയിലും കൊണ്ട് ഇതാ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നിറയെ ഫിഷിംഗ് ബോട്ടുകളാണ് കേട്ടോ. പക്ഷേ ഇതാ ഈ വേസ്റ്റ് ഒന്ന് നോക്കി, കംപ്ലീറ്റ് വേസ്റ്റാണ്, ഫുള്ള് വേസ്റ്റ്. കുറച്ചൊന്നല്ല കേട്ടോ, ഒരുപാടധികം വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ് നമ്മുടെ കടലിൽ. അപ്പോൾ കടലിൽ എന്ത് വേസ്റ്റ് ഇട്ടുകഴിഞ്ഞാലും നമ്മുടെ തിരമാല അടിച്ചിങ്ങോട്ട് കയറ്റി വിടും. അത്രത്തോളം വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഫിഷിംഗ് ബോട്ടാണ്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് വിടുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇറക്കിയിട്ടുണ്ട്.